നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഇന്നലെ 2 തവണയായി കുതിപ്പ് രേഖപ്പെടുത്തിയ സ്വർണമാണ് ഇന്ന് കുറഞ്ഞത്. പവന് 1400 രൂപയാണ് കുറഞ്ഞത്. 88,360 രൂപയാണ് പവന് വില. ഗ്രാമിന് 175 രൂപ കുറഞ്ഞ് 11,045 രൂപയായി. ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് 145 രൂപയും പവന് 1,160 രൂപയും കൂടിയിരുന്നു. ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. ഒക്ടോബർ 21-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. വെള്ളിവില ഗ്രാമിന് 165 രൂപയും കിലോഗ്രാമിന് 1,65,000 രൂപയുമാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചിട്ടും സ്വർണ്ണവില ഇന്ന് ഇടിയുകയായിരുന്നു. ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, വർദ്ധിച്ച പണപ്പെരുപ്പ ഭീതി, ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ തുടർച്ചയായ ഇടിവ് തുടങ്ങിയ ഘടകങ്ങളാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ച് വില ഉയർത്തുന്നത്. കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തി FSATO പുതുക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ കാൽനട ജാഥ തുടങ്ങി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം A. നന്ദകുമാർ ക്യാപ്റ്റനായും KGOA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സുരേഷ് K. ദാമോദരൻ വൈസ് ക്യാപ്റ്റനായും KSTA സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത മാനേജരായുമാണ് ജാഥ നയിക്കുന്നത്. കോടാലിയിൽ CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ജാഥ ക്യാപ്റ്റൻ A. നന്ദകുമാറിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സംഘാടക സമിതി ചെയർമാൻ PK രാജൻ അധ്യക്ഷനായി. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം MB സലേഷ്, PC ഉമേഷ് എന്നിവർ പ്രസംഗിച്ചു. വ്യാഴാഴ്ച നന്ദിക്കര, പുതുക്കാട്, പാലാഴി, കടലാശ്ശേരി, വല്ലച്ചിറ എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ നിന്നും പര്യടനം ആരംഭിക്കുന്ന ജാഥ മണ്ണമ്പേട്ട, വട്ടണ്ണാത്ര, നായരങ്ങാടി എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പകൽ 4:45-ന് നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിക്കും. ബെഫി മുൻ സംസ്ഥാന പ്രസിഡന്റ് T. നരേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അവസരങ്ങൾ എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. നമ്മുടെ ആകാശത്തോടെ പോകുന്ന സ്പെക്ടറാണെങ്കിലും, തടാകങ്ങൾക്കടിയിലെ ധാതുക്കളാണെങ്കിലും, കൽക്കരി പാടങ്ങളാണെങ്കിലും, നമ്മുടെ സീ പോർട്ടുകളാണെങ്കിലും, എയർപോർട്ടുകളാണെങ്കിലും ഒക്കെ പൊതു ഉടമസ്ഥതയിലുള്ളതെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് 11 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ കതിരൂർ പുളിയോട് സ്വദേശിയായ C. വിനീഷാണ് തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിലായത്. ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ സ്വദേശിയായ ആദർശ് എന്നയാളെ വാട്സ്ആപ്പ് വഴിയാണ് പ്രതി ബന്ധപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: DDB വേൾഡ് വൈഡ് മീഡിയ ഇന്ത്യ എന്ന കമ്പനിയുടെ പേരിൽ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന ഓൺലൈൻ ജോലി ചെയ്താൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. വിവിധ ടാസ്കുകൾ വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചും ടെലഗ്രാം അക്കൗണ്ട് നൽകിയും പ്രതി വിവിധ പ്രീപെയ്ഡ് ടാസ്കുകളും റിവ്യൂ ടാസ്കുകളും ആദർശിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പണം കൈമാറ്റം പല കാരണങ്ങൾ പറഞ്ഞ് പല തവണകളിലായി ആദർശിന്റെ കയ്യിൽ നിന്ന് 5,28,000 രൂപ പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയപ്പിച്ച് വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരന് നഷ്ടമായ തുകയിൽ ഉൾപ്പെട്ട 58,000 രൂപ വിനീഷിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. വിനീഷിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. വിനീഷിന്റെ അക്കൗണ്ടിലൂടെ 29,20,000 രൂപയുടെ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി. കൂടുതൽ കുറ്റകൃത്യങ്ങൾക്കായി ഇയാൾ തന്റെ പുതിയ സിം കാർഡ്, പാസ്ബുക്ക്, ATM കാർഡ്, ചെക്ക് ബുക്ക് എന്നിവ മറ്റൊരാൾക്ക് 10,000 രൂപ കമ്മീഷൻ വാങ്ങി കൈമാറിയതായും കണ്ടെത്തി. ഈ അക്കൗണ്ടിലൂടെ തട്ടിപ്പ് നടത്തിയ പണം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 14 കേസുകൾ വിനീഷിനെതിരെ നിലവിലുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ GSI ജസ്റ്റിൻ KV, CPO ശ്രീയേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.
പുതുക്കാടിന് പുതിയ സൗന്ദര്യ സങ്കല്പങ്ങളുമായി ബേജ് ബ്യൂട്ടി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാതയോരത്ത് പഴയ പോലീസ് സ്റ്റേഷന് സമീപം KR കോംപ്ലക്സിൽ ആരംഭിച്ച ബ്യൂട്ടി സലൂൺ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐശ്വര്യ സലേജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ജെൻസിനും ലേഡീസിനുമായി വേറിട്ട സ്റ്റൈലിൽ ഹെയർ കട്ട്, സ്കിൻ കെയർ, മേക്കപ്പ്, ബ്രൈഡൽ പാക്കേജ്, ലേസർ ട്രീറ്റ്മെന്റ്, നെയിൽ ആർട്ടുകൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ. സർട്ടിഫൈഡ് ബ്യൂട്ടി എക്സ്പേർട്ടുകളും മികച്ച നിലവാരത്തിലുള്ള സൗകര്യങ്ങളും കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ബേജ് ബ്യൂട്ടി സലൂൺ നിങ്ങളുടെ സൗന്ദര്യ പരിചരണത്തിന് പുതിയ ഒരു അനുഭവം സമ്മാനിക്കുന്നു. ബേജ് ബ്യൂട്ടി സലൂൺ KR കോംപ്ലക്സ്, പഴയ പോലീസ് സ്റ്റേഷന് സമീപം, പുതുക്കാട്. ഫോൺ നമ്പർ 9747737788. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,045 രൂപയും പവന് 88,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.